ഫുട്ബോൾ എന്നാൽ മലപ്പുറത്തുകാർക്ക് ഒരു വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ ഓരോ ഗ്രാമങ്ങളിലും കൊച്ചു കൊച്ചു ഫുട്ബോൾ ഗ്രൗണ്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മലപ്പുറത്തെ ഒരു വ്യത്യസ്ത ഫുട്ബോൾ ഗ്രൗണ്ടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മലപ്പുറം പൊന്നാനിയിലെ ഭാരതപ്പുഴയ്ക്ക് നടുവിലുള്ള ഈ ഫുട്ബോൾ ഗ്രൗണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത്. കാണാം വൈറൽ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കാഴ്ചകൾ. കാൽപന്ത് കളിയുടെ കമ്പക്കാരുടെ നാടാണ് മലപ്പുറം. ഫുട്ബോൾ എന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വൈകുന്നേരങ്ങളിലും പന്ത് തട്ടാൻ ഒരിടം കണ്ടെത്താറുണ്ട് അവർ. അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ പൊന്നാനി അഴിമുഖത്തിനോട് ചേർന്നുള്ള ഭാരതപ്പുഴയ്ക്ക് നടുവിലുള്ള ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പിറവിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആ വൈറലായ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. വെള്ളത്തിന് നടുവിൽ പൊങ്ങി വന്ന മൺതിട്ടക്ക് മുകളിൽ ഇങ്ങനെ പന്തു തട്ടി കളിക്കാൻ വല്ലാത്തൊരു ഫീലാണ്. വേലിയേറ്റമുണ്ടാകുമ്പോൾ വെള്ളം കയറി ഗ്രൗണ്ട് മൂടിപ്പോകും. വേലിയിറങ്ങുമ്പോൾ ദാ ഇതുപോലെ ഗ്രൗണ്ടാകും. വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിയാൽ പിന്നെ ഇരുട്ടുവോളം ഈ മണൽപ്പരപ്പിൽ ഇങ്ങനെ പന്ത് തട്ടി കളിക്കും ഇവർ. ഇവിടെ ഇവർ ഹാപ്പിയാണ്, പോസിറ്റീവാണ്. സ്നേഹിതന്മാരായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ഇതാണ് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകം തന്നെ മറക്കും. വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ പന്താണ്, കാൽപന്ത്. വെച്ചാൽ നമ്മൾ നമ്മളെല്ലാ സങ്കടയും നമ്മളെ ദുഃഖം എല്ലാതും നമ്മളെ ഹാപ്പിനെസ് തന്നെ ഇതിന്മാർ കൊടുക്കും. വെച്ചാൽ നമ്മളെ ലോകം തന്നെ ഇതാണ്. പഠിത്തം, ക്ലാസ്, വീട് സ്കൂൾ വിട്ട് വന്നാൽ പഠിത്തം. പക്ഷെ നമുക്ക് നമ്മളായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റ് വേണ്ടേ. അതിന് നമ്മളിങ്ങനെ വീട്ടുകാരെ തർക്കിച്ച് നമ്മൾ വരുന്നു, കളിക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ തിരിച്ചറിയാനൊരാളില്ല. ഫുട്ബോൾ വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നു, നമുക്ക് പോകണം, ഇങ്ങനെ കളിക്കണം. അപ്പോൾ അവർ പറയും പഠിച്ചുവിടാ, പഠിക്കേണ്ട ടൈമല്ലേ ഇത്. അപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞു പഠിച്ചാലേ ഇവിടെ എത്തും. പഠിക്കാതെ നമുക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഫുട്ബോളിന് നമ്മളിപ്പോൾ കുറച്ചും കൂടെ ഒരു വാല്യൂ, നമ്മൾ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്താം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഇന്ത്യയിലൊക്കെ തന്നെ എത്ര പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് അതുപോലെയൊക്കെ എത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് എത്തിപ്പെടാനുള്ളൊരു ഇതില്ല. ഇവിടെ പിള്ളേർ സാധാരണ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അതിൽ കളിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു പയ്യൻ തന്നെ ഇതുമാതിരി പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അതിൻ്റെ ഒരു ഷോട്ട് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ കൂടുതലായിട്ട് അറിയാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഇവിടെ ഈ ഗ്രൗണ്ട് രൂപാന്തരപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഏറ്റവും ഇറക്കത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഗ്രൗണ്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിവിടുത്തെ പ്രദേശവാസികളായ കുട്ടികൾ തന്നെ മിക്കതും കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. എല്ലാ ദിവസവും നമുക്കിങ്ങനെ കളിക്കാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട് പറ്റും അതിൻ്റെ ആ വെള്ളം നിൽക്കുന്ന ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വെള്ളം ഏറ്റവും ഇറക്കം അനുസരിച്ചിട്ടാണ് ഇവിടെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഏറ്റവും ഇറക്കം നോക്കിയിട്ടാണ് ഇവിടെ കുട്ടികൾ കളിക്കുന്നത് മിക്കതും. ഇതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്രകൃതിയുടെ മാറ്റം കണ്ടപ്പോൾ അതിനുള്ളൊരു വൈബ് കിട്ടിയില്ലേ. അപ്പോൾ ആ ഒരു മാറ്റത്തിനിടയിൽ നമുക്ക് കളിക്കാറുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. വൈകുന്നേരങ്ങളിൽ കാറ്റും കൊണ്ട് പൊന്നാനി കർമ്മ റോഡ് വഴി ഒരു യാത്ര. കർമ്മ പാലത്തിന് മുകളിലെത്തിയാൽ താഴെ കുട്ടികൾ പന്തു തട്ടുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതിമനോഹരമാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ ഗ്രൗണ്ടിന് നടുവിൽ ഇങ്ങനെ പന്ത് തട്ടാൻ. അതുകൊണ്ട് തന്നെയാണ് പൊന്നാനിയിലെ ഈ കുട്ടികൾ സ്കൂൾ വിട്ടാൽ ഈ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്നതും. ഈ ഗ്രൗണ്ടിൽ അവരിങ്ങനെ പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം ആളുകൾ സ്വറ പറഞ്ഞിരിക്കാനുമൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് പേരാണ് പൊന്നാനിയുടെ ഈ കാൽപന്ത് പ്രതീസ കണ്ടത്. പൊന്നാനിയിൽ നിന്ന് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.